നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം റൂറൽ ആൻഡ് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സഹായ നിധി വിതരണവും കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിൻ്റെ CPAS തുക വിതരണവും ഇന്ന് രാവിലെ കൊട്ടാരക്കര DPO കോൺഫറൻസ് ഹാളിൽ വെച്ച് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യപ്രഭാഷണം കൊല്ലം റൂറൽ അഡീഷണൽ SP സാഹിർ M നടത്തുകയും ചെയ്തു. നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് അനുസ്മരണമാണ്. നമ്മുടെ പ്രിയപ്പെട്ട 3 സഹപ്രവർത്തകരാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ട് അവരുടെ കുടുംബസഹായ വിതരണമാണ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ സമീപകാലത്ത് നമ്മെ വിട്ടുവരിക മറ്റെല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെയും സ്മരണയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം മൗനമായി വെച്ചുകൊണ്ട് 44 വർഷമായ ഈ വേളയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും 2 രൂപ വെച്ച് പിരിച്ചു തുടങ്ങിയ ഈ മഹത്തായ പരിപാടി ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ 10 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന രീതിയിലേക്ക് പല ജില്ലകളിലേക്കും മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സംഘടനയെ സംബന്ധിച്ച് ഇത് ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഇനി ഉണ്ടാവരുത് എന്ന് ഓരോ വേദിയിലും ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ വട്ടവും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. ജില്ലയിലെ നമ്മുടെ പ്രധാനമായും ഈ ജില്ലയിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് ഈ സേനയെ ഏറ്റവും മഹത്തരമാക്കാൻ വേണ്ടിയുള്ള എല്ലാവിധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നമ്മുടെ പ്രിയ സഹപ്രവർത്തകർ 3 പേര് കഴിഞ്ഞ 3 മാസത്തിന്റെ നമ്മൾ വിട്ടുപിടിച്ചത്. ഒപ്പം ഇനി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബസഹായ നിധിയും കൂടി ബാക്കിയുണ്ട്. അത് വരുന്ന മാസത്തിൽ തന്നെ നമുക്ക് കൈമാറേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ കാലതാമസം കൂടാതെ തന്നെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും കുടുംബസഹായ നിധി സംഘടന മുൻകൈയെടുത്ത് തന്നെ കൃത്യമായി കൊടുത്തു വരികയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ പോലീസ് സംഘടന നേതാക്കന്മാർ നയിക്കപ്പെടുന്ന പോലീസ് സൊസൈറ്റികൾ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭവന നിർമ്മാണം അടക്കമുള്ള ബാധ്യതകൾ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രമാണം അടക്കമുള്ള മറ്റു കാര്യങ്ങളെല്ലാം യാതൊരു ബാധ്യതയില്ലാതെ തന്നെ തിരിച്ച് വീട്ടുകാരെ പ്രമാണം എത്തിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ സംഘടന നയിക്കുന്ന നേതാക്കന്മാർ സൊസൈറ്റിയും നടത്തി വരുന്നുണ്ട്. 1980 ഭാഷാ സമരത്തിന്റെ ഭാഗമായിട്ട് തലശ്ശേരിയിൽ കണ്ണൻ എന്നൊരു പോലീസുകാരൻ മരണപ്പെട്ടപ്പോൾ 1 രൂപയിൽ തുടങ്ങിയ കുടുംബസഹായ നിധി വിതരണം ഇന്ന് 500-1000 രൂപ മാസം തോറും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമാഹരിച്ചുകൊണ്ട് 10 ലക്ഷവും അതിന് മുകളിലുള്ള തുകയും ആ കുടുംബാംഗങ്ങൾ നമ്മുടെ പോലീസ് സേനയിൽ ഒരാൾ മരണപ്പെട്ടാൽ ഏറ്റവും അടുത്ത് കൊടുക്കുന്ന ആദ്യത്തെ ധനസഹായമായി നമ്മുടെ കുടുംബസഹായ തുക വിതരണം ചെയ്യുന്ന ചടങ്ങിലേക്ക് പോലീസ് സംഘടനകൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഏറ്റവും വലിയൊരു സമാശ്വാസകരമായ ഒരു സവിശേഷതയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ജോലിയുടെ കിടയിലെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച ഫിസിക്കൽ ഫിറ്റ്നസോടെ പോലീസ് സേനയിൽ കടന്നു വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി പെട്ടെന്ന് രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അകാലത്തിൽ മൃത്യു സംഭവിക്കുന്ന രീതിയിലുള്ള തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് ഏറ്റവും ഒടുവിൽ നമ്മുടെ സാറിന്റെ നേതൃത്വത്തിൽ തന്നെ ജില്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ സംരക്ഷിക്കുന്നതിനും അതിന് വളരെ കൃത്യമായി സമയബന്ധിതമായിട്ട് അതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് വളരെ ഫലപ്രദമായി രൂപീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ വിയോഗം നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വേദനാജനകം തന്നെയാണ്. തീർച്ചയായിട്ടും അവരുടെ ആ കുടുംബത്തിന്റെ എല്ലാവിധമായ വിയോഗത്തിനും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇനിയുള്ള എല്ലാ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ കുടുംബത്തിന്റെ അംഗത്തിന്റെ പോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഈ 10 ലക്ഷം രൂപ ഓരോ കുടുംബാംഗങ്ങൾക്ക് സമാഹരിച്ചുള്ള തുകയും ഒപ്പം കേരള പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയുടെ CPASന്റെ വിതരണവും അതും നമ്മുടെ സർവീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചേർപ്പോൾ അവർക്ക് കിട്ടുന്ന തുകയാണ് 5 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപയും 2 സഹപ്രവർത്തകർക്കുണ്ട്. അതും കൂടെ ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നുണ്ട്. തീർച്ചയായും ഈ 2 തുകകളും വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ആദരണീയനും നമ്മുടെ ജില്ലയിലെ നമ്മുടെ എല്ലാം ക്ഷേമ പ്രവർത്തനങ്ങൾ എപ്പോഴും സർവ്വതാ വളരെ ക്ഷേമതൽപരമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയെ സ്നേഹപൂർവ്വം ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്ഷണിച്ചുകൂടാം. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരുപാട് വർത്തമാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു സാറിവിടെ ചൂണ്ടിക്കാണിച്ചത്. പോലീസിനകത്തെ ജോലിയുടെ ആ സ്ട്രെസ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ മൂർച്ച കൂട്ടുന്നതിന് സഹായകരമാകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. 10 പേർ ജോലി ചെയ്യേണ്ട സ്ഥലത്ത്
രണ്ടുപേർ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പോലീസിനുള്ളിലെ മരണങ്ങളും ആത്മഹത്യകളും സംബന്ധിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ, വർത്തമാനങ്ങൾ, ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘടനയുടേതായി വന്ന ചില വർത്തമാനങ്ങളും ഈ അടുത്ത കാലത്തായി നമ്മുടെ പോലീസ് സേനാംഗങ്ങൾക്കിടയിലും ചില സാമൂഹിക മാധ്യമങ്ങളിലും വരുന്നുണ്ട്. ഒരു കാര്യം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി വളരെ വ്യക്തമായി സഹപ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ ഒരു പഠനം നടത്തുവാനോ അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് എത്തുവാനോ ആ വിലയിരുത്തൽ ഏതെങ്കിലും മാധ്യമങ്ങളോട് പറയാനോ പോലീസ് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മുമ്പിൽ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പറയുന്നു. നമ്മുടെയൊക്കെ അനുഭവം നമ്മളെല്ലാവരും വലിയ നിലയിലെത്തിയില്ലെങ്കിലും നമുക്കൊക്കെ ഡിഗ്രി നിലവാരമുള്ള ടെസ്റ്റ് എഴുതിയെടുക്കാൻ കഴിഞ്ഞു. നേരും വഴിതെറ്റി പോവാത്ത തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഇത്രയും ധൈര്യം സംഭരിച്ചുകൊണ്ട് അമ്മയും അല്ലെങ്കിൽ മറ്റ് രക്ഷകർത്താക്കളും നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ അപ്പൂപ്പനും എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ ഈ മക്കൾക്ക് എല്ലാവർക്കും ജ്യോതിശ്വരം നല്ലവരത്തെ കൂടുതൽ സംസാരിച്ചു പോകുന്ന വേദിയല്ല. നമ്മളെല്ലാവരും അറിയേണ്ട സംഗതി നമ്മുടെ KPSC-യുടെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ ഇത്തരത്തിൽ മതേതര സംഗതികളുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് നമ്മുടെ സംഘടനയുടെ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സേനയുടെ തന്നെ ആൾക്കാരുണ്ട്. ഞാൻ തന്നെ അറിഞ്ഞത് എന്റെ ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോണിന് പോയ സമയത്തേക്കാണ് എന്റെ അവിടെ ജ്യോതിഷ് ചേർത്തത്. ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പല ഘട്ടങ്ങളിലും പല സംഗതികളിലും ചേരാത്ത ഒരുപാട് അംഗങ്ങളുണ്ട് നമ്മുടെ സേനയിൽ. നമ്മുടെ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ സംഘടന, നമ്മുടെ ഇത്തരത്തിലുള്ള അസോസിയേഷനുകളെല്ലാം തന്നെ നമ്മുടെ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു, ഇതിൽ തന്നെ കുഴിക്കുത്തുകളുണ്ട്. പല സന്ദർഭങ്ങളിൽ നമ്മളെ ഒരുമിച്ച് നിൽക്കുന്നതിന് സോഷ്യൽ മീഡിയകളിലും മറ്റ് സംഗതികളിലും നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രദ്ധ കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള അഭിപ്രായം പറയുക, അല്ലെങ്കിൽ നമ്മളെ വേർതിരിപ്പിക്കാൻ പറയുക. ചില ഏതാണ് പ്രതിസന്ധി ഇല്ലാത്ത ഏത് ഘട്ടമാണുള്ളത്? ഏത് ജോലിക്കാണ് പ്രതിസന്ധി ഇല്ലാത്തത്? ഏത് ജോലിക്കാണ് ടാപ്പിംഗുകാരന് പ്രതിസന്ധി ഇല്ലേ? അല്ലെങ്കിൽ അല്ലെങ്കിൽ തെങ്ങ് കയറ്റക്കാരന് പ്രതിസന്ധി ഇല്ലേ? കോൺക്രീറ്റ് പണി ചെയ്യുന്ന പ്രതിസന്ധി ഇല്ലേ? കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് പ്രതിസന്ധി ഇല്ലേ? ഈ സമയത്ത് 40 ഡിഗ്രി ചൂടുള്ള സമയത്താണ് കമ്പി പണിക്കും തട്ടിന്റെ പണിക്കും 4-5 നിലയിലുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ നിന്നത്. അതുപോലെ തന്നെയാണ് പോലീസിന് പ്രതിസന്ധിയുണ്ട്. പ്രതിസന്ധി ഘട്ടം എല്ലായ്പ്പോഴും വരും. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുനലൂർ വെച്ച് അപകടമരണം സംഭവിച്ചിരുന്നു. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ എറണാകുളം സൊസൈറ്റിയുടെ ഒരു അംഗത്വം പോലും ഇദ്ദേഹത്തിന് ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു ആനുകൂല്യങ്ങളും സൊസൈറ്റിയുടേതായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളും ഈ സാറിന് നൽകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഖേദകരമായ ഒരു സത്യം നമ്മളിവിടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ എറണാകുളം സഹകരണ സംഘത്തിന്റെ എല്ലാ പദ്ധതികളിലും അംഗമാവുന്നതിനും ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്.